ഹേയ് ഹലോ, ഇതെൻ്റെ 7-ാം മാസത്തെ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോയതാണ് കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്തത് റാഡിസൺ ബ്ലൂ അജ്മാനിലാണ്. അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അജ്മാനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്റ്റേക്കേഷൻ ഈ ടൈമിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങളുടെ ഫ്ലാറ്റ് ഒന്ന് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പെസ്റ്റിൻ്റെ ആ കെമിക്കലൊന്നും അടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ 2 ദിവസത്തേക്ക് റൂം മാറി നിൽക്കുകയാണ്. പെസ്റ്റ് ഓൾറെഡി റൂമിൽ ചെയ്തു. ഇനി നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് റൂം ക്ലീൻ ചെയ്തിട്ട് റൂം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബീച്ച് വ്യൂ ഒക്കെ ഉള്ളവരടുത്ത് പോയിട്ട് സ്റ്റേക്കേഷൻ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി ഒന്ന് റിലാക്സ് ആവാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ റാഡിസൺ ബ്ലൂ ആണ് ഡിസൈഡ് ചെയ്തത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ടും കുറച്ചൊക്കെ വഴി കൺഫ്യൂഷനായി. അങ്ങനെ നമ്മളവിടെ എത്തി. ഫൈനലി റാഡിസൺ ബ്ലൂ ഞങ്ങൾ ബീച്ച് വ്യൂ ഉള്ളതാണ് നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ബീച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സൈറ്റിൽ ബീച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തൊന്നും ബീച്ചില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. അപ്പോൾ ബീച്ച് വ്യൂ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ നോക്കുവാണ്. അല്ലെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബീച്ച് ഉണ്ട്, പക്ഷേ ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കത് ഓക്കെ അല്ലായിരുന്നു. പിന്നെ അവർ നമുക്ക് സ്യൂട്ട് റൂം തരാമെന്ന് പറഞ്ഞു ഈ സെയിം റേറ്റിന്, സ്വിമ്മിംഗ് പൂൾ വ്യൂ ഉള്ളത്. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. റാഡിസനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് നമുക്ക് ഈ സെയിം റേറ്റിന് അജ്മാൻ പാലസ് ബാഹിയിൽ നമുക്ക് റൂം കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ്. എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല ആ ഹോട്ടൽ എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ റാഡിസൺ ബ്ലൂ എനിക്കറിയായിരുന്നു, ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് നമ്മൾ പോവുമായിരുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നല്ല വെയിലുള്ള സമയമായിരുന്നു, ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്നു. 3 o'clock ചെക്ക് ഇൻ ടൈം. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു റൂം വേക്കൻ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും റൂം റെഡി ആവുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ എത്തി. പാലസ് എന്നൊക്കെ പറയുന്ന കണക്ക് നല്ലൊരു വലിയ കെട്ടിടം. അവിടെ ഞാൻ നമ്മൾ വരുന്ന വഴിക്ക് ബീച്ച് കണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഒരു ബീച്ചുള്ള സ്ഥലമാണ്. ഇനി ബീച്ച് വ്യൂ ഉള്ള റൂം കിട്ടുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ സാറേ പൊളി എന്ന് പറഞ്ഞാൽ എന്ത് രസമായിട്ടാണ് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത്. നല്ലൊരു അടിപൊളി വൈബ്. അപ്പോൾ നമുക്ക് റൂം റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ റൂം റെഡി ആവുന്നത് വരെ അവിടെ ലോബിയിലിരുന്നു. ലോബിയുടെ അടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ചായ, ഷുഗർ ഇട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിച്ചുകൂടാ. എനിക്ക് ഷുഗർ ലൈനാണ്. അപ്പോൾ ഞാൻ കട്ട് ഫ്രൂട്ട്സാണ് പറഞ്ഞത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ലഞ്ച്. എനിക്ക് വെയിറ്റ് ഇത്തിരി ഓവറായിട്ട് കൂടി, ഷുഗർ ആദ്യം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആ ഒരു ടൈമിൽ ഞാൻ ഫുഡ് നല്ല കൺട്രോൾ ചെയ്തിട്ടായിരുന്നു കഴിക്കുന്നത്. ഇത് നോക്കിയാൽ ഈ ചായ ഒഴിക്കുന്നത്, അതിൻ്റെ കോക്ക് കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ ഉടേണ്ടത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മനോട്ട് നോക്ക്, കേക്കൊക്കെ മേടിച്ച് കുക്കീസൊക്കെ മേടിച്ച് ഒറ്റയ്ക്കിരുന്ന് തട്ടുന്നു. തരില്ല ഞാനും മേടിച്ച് അതിൻ്റെ ഒരു ബൈറ്റ് കഴിച്ചു. ഷുഗർ കഴിച്ചുകൂടാ എങ്കിലും ഞാൻ കഴിച്ചു നോക്കി. പിന്നെ ഫ്രൂട്ട്സ്, ഇതാണ് ഇപ്പോൾ എൻ്റെ സ്ഥിരം ഭക്ഷണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനത്തെ ഐറ്റംസാണ്. റൈസ്, ചപ്പാത്തി ഇതൊക്കെ ഞാൻ കുറച്ച് ഒരു പിഞ്ച് മാത്രമേ കഴിക്കത്തുള്ളൂ. ബാക്കി കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് കഴിക്കുന്നത്. അങ്ങനെ നല്ലൊരു വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം റെഡിയായി, നമ്മൾ റൂമിലേക്ക് പോകുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ്, ഇത്ര നല്ലൊരു ഇത്. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഒരു ഓവർ ഇതായി, ഒരു അടിപൊളി ഇതായതുപോലെ തോന്നി. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഈ സമയത്ത് നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മളവിടെ എത്തി. റൂം തുറന്നപ്പോൾ എൻ്റെ പൊന്നോ, ഓപ്പൺ കിച്ചൺ, ഡൈനിങ് ടേബിൾ, പിന്നെ ഒരു ഹാള്, പിന്നെ ബെഡ്റൂം, 2 ബാത്റൂം. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ ഞങ്ങൾ പെട്ടിയൊക്കെ അവരവിടെ എത്തിച്ചായിരുന്നു. ഇത് നോക്കിയേ, ഈ വ്യൂ, ഇതെനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയായിരുന്നു. ഈ വ്യൂ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എനിക്ക് അതുപോലെ തന്നെ കിട്ടി.
റൂമിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബീച്ച്. വാവ്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നോക്കിയേ, സ്വിമ്മിംഗ് പൂളൊക്കെ എന്ത് വലുതാണ്. കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് ഉണ്ട്, വലിയ ആൾക്കുള്ളതുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എനിക്കിങ്ങനെ കുറച്ച് സൗണ്ട്സൊക്കെ ഉള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യാനാണ് എനിക്കിഷ്ടം. കാഴ്ചകളൊക്കെ കാണുന്നത് ഒക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്നെ ഒരുപാട് ബോറടിപ്പിക്കും. ഇത് നോക്കിയാൽ മനോട്ടും ബെഡ്റൂമിൽ പോയിട്ട് അവിടെയും ബാൽക്കണി ഉണ്ട്. ഞാൻ പൊളിക്കുമെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇന്നും ചാവും ഞാൻ അത്രയ്ക്ക് ഹാപ്പിയായി. എൻ്റെ സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ ഫ്ലാറ്റിൽ മാത്രം ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ നോക്കി, ബാത്റൂം നോക്കി, അടിപൊളി. ഇത് ജസ്റ്റ് ബാത്റൂം. പിന്നെ നമുക്ക് ബാത്ത് ടപ്പൊക്കെ ഉള്ള ബാത്റൂം, അമ്യൂണിറ്റീസൊക്കെ 2 ബാത്റൂമിൽ ഒരുപാട് വച്ചിട്ടുണ്ട്. ഇത് മിറർ കാണുമ്പോൾ ഉള്ള എൻ്റെ സ്ഥിരം ഒരു പോസാണ്. 2 ഫിംഗർ ഇങ്ങനെ പൊക്കി കാണിക്കുക. ജക്കൂസിയോ ഇല്ല, അത് മാത്രമാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ഈ ടൈമിൽ ജക്കൂസിയോ യൂസ് ചെയ്യാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി റൂം വ്യൂ നോക്കിയേ. ഒരു ടേബിളിൻ്റെ ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ തന്നെ നോക്കി എന്തൊക്കെ സെറ്റപ്പാണ് ഉള്ളതെന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മനുവേട്ടന് ഒരു എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ മനുവേട്ടന് അപ്പുറത്തിരുന്ന് പഠിക്കുകയും ചെയ്യാം, എനിക്ക് ഇപ്പുറത്തിരുന്ന് റിലാക്സും ചെയ്യാം. നല്ല അടിപൊളി സംഭവം. എന്തേ ഇവിടെ നമ്മൾ നേരത്തെ വരാത്തതെന്ന് തോന്നിപ്പോയി. അത് കണക്ക് അടിപൊളി. നോക്കി, ഈവനിങ് വിറ്റാമിൻ ഡിയുടെ ടൈമായി. ഈവനിങ് എനിക്ക് ഇപ്പോൾ അയണിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കൊണ്ട് എൻ്റെ കഴുത്തൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് കുറച്ച് പോസൊക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങി. ഗോൾഡൻ അവേഴ്സായിരുന്നു കേട്ടോ. ഒരു സ്വർണ്ണ വെളിച്ചം പകരുന്ന ഒരു സമയം എന്നൊക്കെ പറയില്ല, അത് കണക്ക്. എന്താ വൈബ്. എനിക്കിതൊക്കെ ഇങ്ങോട്ട് വായിലിട്ട് ചവച്ചരച്ച് തിന്നാൻ തോന്നി, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയാൽ ഹോട്ടലിൻ്റെ ഒരു ഭംഗി. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്കൂടെ ഒരു ലോങ് വാക്ക് നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പാറക്കെട്ടിൻ്റെയൊക്കെ അവിടെ ഈ കക്ക ചിപ്പിയൊക്കെ ഉണ്ടല്ലോ, ലൈവ് സീ ഫുഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ അവിടെ നിന്നിട്ട് അത് പറക്കുമായിരുന്നേ. ഞങ്ങൾ കുറച്ച് നടന്നു. എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ടൈമെന്ന് പറയൂലേ, ഗോൾഡൻ ഒരു ലൈറ്റ് അടിച്ചിട്ട് നമുക്കൊരു എക്സ്ട്രാ ഗ്ലോ കിട്ടത്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞു ബേബിയും കൊണ്ട് കുറച്ച് നടന്ന് വീഡിയോസൊക്കെ എടുത്തു. കുഞ്ഞു ബേബി വയറ്റിൽ കിടന്ന് ചവിട്ടുന്നുണ്ട് കേട്ടോ, എൻ്റെ ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ കുഞ്ഞു ബേബി ഹാപ്പി ആയിട്ടുണ്ട്, അമ്മ ഹാപ്പി ആയപ്പോൾ കുഞ്ഞു ബേബി ഹാപ്പി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ വേണ്ടിയിട്ട് പോസ് ചെയ്തിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ റൂമിൽ ചെന്നൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഇവിടെ വന്ന്. കാരണം ഈ ഒരു ഇത് നിങ്ങൾക്ക് പിന്നീട് കിട്ടത്തില്ലല്ലോ, നാളെ ചെക്കൗട്ടായി പോകുമല്ലോ. അപ്പോൾ ഇന്ന് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബീച്ച് വ്യൂ നോക്കൂ. കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് ആ ചിപ്പി ഞണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടും അവിടെ. അതൊക്കെ പറക്കുവാണേ അവിടുന്ന് അവർ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബേബി ആകുമ്പോഴത്തേക്കും ബേബിയും കൊണ്ട് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇത് കണക്ക് അങ്ങ് വെള്ളത്തിൽ ഇറക്കി വിടണം. അവിടെ കിടന്ന് കളിക്കുകയും അറിയുകയും എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ, അങ്ങനത്തെ ഒരിതൊക്കെ എനിക്ക് തോന്നി അപ്പോഴും. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമൊക്കെ. എന്താ വ്യൂ എന്ന് നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇത്രയും നല്ലൊരിത് കിട്ടിയപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ മനസ്സ് നിറഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്തു. ഇനി എടുത്തു കഴിഞ്ഞിട്ടില്ല, ഇനി താഴെ പോയിട്ട് എടുക്കണം. ഇനി ബീച്ചിലോട്ട് പോയി ഇറങ്ങണം. ഞാൻ കുറച്ച് സ്ലോ മോഷനിലും ഒക്കെ നടന്ന് വീഡിയോസ് എടുക്കണം. കാരണം ഒരുപാട് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. 7ാം മാസം കഴിയാറായ സമയമാണിത്. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത്. നല്ല കാറ്റുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഓൾ ടൈം പോസ്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുവാണ്. ഇനി കുറച്ച് വീഡിയോസ് ബീച്ചിൽ നിന്ന് എടുക്കണം. സൺസെറ്റ് കാണണം. സൺസെറ്റിൻ്റെ സമയത്തും സൺറൈസിൻ്റെ സമയത്തും എന്തെങ്കിലും വിഷ് പറഞ്ഞാൽ നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വിഷ്
നല്ലൊരു ഹെൽത്തി ബേബീനെ നല്ല ഹാപ്പി ആയിട്ട് കിട്ടണം എന്നുള്ള വിഷൊക്കെ പറഞ്ഞ് സൺസെറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, ഈ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടൈം നല്ലതുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. മനുവേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന കാര്യം കുറച്ച് കഷ്ടമാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാഞ്ഞിട്ട് ഇതെടുത്തത് ശരിയാണോ നോക്കാൻ വേണ്ടി പോയി നടന്ന് പിന്നും വന്ന് എടുത്ത് നോക്കി. അങ്ങനെ കുറേ ടൈം അവിടെ പോയി. നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ബേബി ആവുന്നതിന് മുമ്പ് ഒരു നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ സൺസെറ്റ് ആവാറായി. കുഞ്ഞു ബേബീനെ സൂര്യനെ കാണിക്കുന്ന കണക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. കറങ്ങാനൊന്നും വയ്യ കേട്ടോ, നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ട് ഈ ടൈമിൽ. പിന്നെ ബോഡിയിലൊക്കെ അത്യാവശ്യം നീരിറങ്ങിയിട്ട് തുടങ്ങിയ സമയമായിരുന്നു. പിന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. വേലി ഇറക്കമായതുകൊണ്ട് ബീച്ച് അങ്ങ് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു, വേലി ഇറക്കം സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് ബീച്ചിലേക്ക് പോവുകയാണ്. കുറേ നാളായിരുന്നു ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു, നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്. നല്ല ടൈമിൽ നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ഈ വൈബ്, ഈ ആംബിയൻസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഞാനൊരു റീലിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സാൻഡ്സിൽ നമ്മുടെ ജനിച്ച വർഷം എഴുതിയിട്ട് കുഞ്ഞു ബേബി വരുന്ന വർഷം എഴുതി. ഇങ്ങനെ 2025 നമ്മൾ കുഞ്ഞു ബേബി വരുന്ന വർഷം എഴുതി വെച്ചു. അതൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ബുഫയാണ്. അപ്പം ഇത് നോക്കിയാൽ ഇവിടെ ഒരു ലേഡി നിൽക്കുന്നത് ശരിക്കും ഒരു മനുഷ്യത്തിയാണ്. പക്ഷേ ഇത് മനുഷ്യനല്ല, ഇതൊരു ഡമ്മായിരുന്നു. ഞാൻ എന്നിട്ട് അവിടുത്തെ ഷോപ്പിൽ അയാളോട് പറഞ്ഞു, നിങ്ങളെ ലേഡിയെ കണ്ട് ഞാൻ പേടിച്ച് പോയി ഹേ. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ പേടിക്കല്ലേ, ഈ സമയത്ത് പേടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂളാക്കി. നല്ല ഫണ്ണിയായിരുന്നു അത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഈവനിങ് അവിടെ നൈറ്റ് കുറച്ച് നേരം ഇരുന്ന്, നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ ഇരുന്ന്. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ബുഫേ ആയിരുന്നു. അപ്പോൾ ഇത്രയും ഫുഡ്, ഒരുപാട് ഫുഡ് കേട്ടോ, സ്വീറ്റ്സും ഡെസേർട്ട്സും ഒക്കെ ഉണ്ടായിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, നൈറ്റ് ഫുഡ് അത്രയും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഫുഡ് റൂമിൽ പോയിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇതെനിക്ക് ഏത് ഹോട്ടലിൽ പോയാലും ഈ ഡ്രസ്സ് എനിക്ക് മസ്റ്റാണ്. അത് കഴിഞ്ഞൊരു ടി വിയിൽ നമ്മൾ ചാനലൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫുഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ എവിടുന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്, പേര് മറന്നു. അങ്ങനെ നമ്മൾ ചപ്പാത്തി, ഒരു ബ്രൊക്കോളി കറിയും ഗ്രിൽഡ് ചിക്കനുമാണ് പറഞ്ഞത്.
അപ്പോൾ സൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ നല്ലതുപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു. എനിക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ ലൈറ്റ് ടൈപ്പ് ഫുഡൊക്കെ കഴിക്കും. ഒരുപാട് ഹെവി ഫുഡ്, സ്വീറ്റ്സ്, ഷുഗർ ഇതൊക്കെ കഴിച്ചാൽ ഞാൻ ഇനിയും വണ്ണം വയ്ക്കും. പിന്നെ ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. ഷുഗർ ഇപ്പോൾ ഒരുവിധം കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് പ്രോട്ടീൻ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് മനോട്ടം പഠിക്കാൻ വേണ്ടി പോയി. ഞാനപ്പം ബാൽക്കണിയിലിരുന്ന് ഈ വീണ്ടും എൻജോയ് ചെയ്യുവാണ്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെ ബൊഫേറ്റ് അവർ പുറത്തും അത് ഉണ്ട്. റെസ്റ്റോറൻ്റ് ഒരു പാർട്ടി തന്നെ. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. മൈൻഡ് കുറേ നേരം അങ്ങനെ അവിടെ ഇരുന്നിട്ട് ചില്ലാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന മനുവേട്ടനെ കുത്തി എണീപ്പിച്ചിട്ട് എന്നിട്ട് വീഡിയോ എടുക്കുവാണ്. പാവം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, വേറെ എന്തെങ്കിലും അവസ്ഥയായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ വരത്തില്ലായിരുന്നു. ഞാൻ ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടും ഇതൊക്കെ ഒരു മെമ്മറീസ് ആയതുകൊണ്ടും വന്ന് എൻ്റെ കൂടെ നിന്ന് കോപ്പറേറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇത്രയും നമ്മൾ ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു ആ വീഡിയോ. ഇതേത് പാട്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതൊക്കെ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ഞാൻ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സൺ സെറ്റ് ഈ സൈഡിലായതുകൊണ്ട് സൺറൈസ് ഈ സൈഡിലല്ലായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓർത്തില്ല. ഇന്നലെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമല്ലോ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കുമല്ലോ സൺറൈസ് വരുന്നത്. അങ്ങനെ ഞാൻ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് സൺറൈസ് ഈ സൈഡിലല്ല. പിന്നെ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ട് പിന്നും പോയി കിടന്നു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫറ്റ് ഇൻക്ലൂഡാണ് റൂമിൽ. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ ബീച്ചൊക്കെ നോക്കിയിരുന്നു. ബീച്ച് കണ്ടു. ഇപ്പോൾ ഇന്നലെ കുറേ അങ്ങ് ഇറങ്ങി കിടക്കുമായിരുന്നല്ലോ. ഇപ്പോൾ വേലി കയറ്റമാണ്. അപ്പോൾ നല്ല ബീച്ചിങ് അതിൻ്റെ അടുത്തോട്ട് നല്ല വെള്ളം കയറി കിടക്കുവാണ്. പിന്നെ ആരും വന്നിട്ടില്ല ഈ സമയത്ത്.
പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. നോക്ക് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന്. എന്തൊക്കെയാണ് കൊതി കൊണ്ട് എടുക്കുകയും ചെയ്ത്. എനിക്കിതൊന്നും കഴിച്ചുകൂടാ, എന്നിട്ട് ഞാൻ എടുത്തു. ഞാനെന്താ ഇങ്ങനെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചെക്കൗട്ടായി വേണ്ട സമയമാണ്. 12 മണിക്ക് ചെക്കൗട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോയി റൂമിൽ തിരിച്ചു പോയിട്ട് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. നമ്മൾ റൂമിൽ ചെന്നിട്ട് പെസ്റ്റ് അടിച്ചത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച്, കുഞ്ഞു ബേബി ഉണ്ട് വയറ്റിൽ, ഫുഡ് ബേബി ഉണ്ട്. രണ്ടിനെയും കൊണ്ട് ഞാൻ നടന്നു പോയി. വീണ്ടും ഞാൻ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ചെക്കൗട്ട് ആവാനുള്ള ടൈമിലേക്ക് റെഡി ആവുകയാണ് തിരിച്ച് റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ കുറേ പേര് പൂളിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് പൂളിൽ ഇറങ്ങാൻ ഒരു ഡിസ്കംഫർട്ടാണ്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം വ്യൂ, അതിന് പകരം എനിക്ക് അത്രയും മനോഹരമായ, മനസ്സിനെ അത്രയും സന്തോഷിപ്പിക്കുന്ന വ്യൂ എനിക്ക് കിട്ടി. അതിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ തിരിച്ച് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനി ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണം. ഇന്നലെ നമ്മൾ സിറ്റി സെൻറ്ററിൽ പോയപ്പോൾ പുതിയ ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ച്, ഈ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത്, ഇങ്ങനെ അതൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കുഞ്ഞു ബേബിയെ കൊണ്ടുവരണം. അങ്ങനെ അതൊക്കെ ആഗ്രഹിച്ച് എല്ലാത്തിനോടും എല്ലാ വ്യൂവിനോടും ഒക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഈ സ്റ്റേക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസാണ്. നല്ല വർത്താണ്. പക്ഷേ സീസൺ ടൈമിലൊക്കെ നല്ല റെൻ്റാണ്. സീസൺ അല്ലാത്ത സമയത്ത് റെൻ്റ് കുറവാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ പോയി വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്ത് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും വരും. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പൈസ കൂടുതലാണ്, പക്ഷേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു ബേബിയും കൊണ്ട് ഇനിയും വരും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ബീച്ച് വ്യൂ ആയിരുന്നു ഒരു പോയിൻ്റ് എത്തുന്നത് വരെ. അപ്പോൾ അത് നല്ല രസമുണ്ടെന്ന്. വെയിലായിരുന്നെങ്കിലും ആ ബീച്ച് വ്യൂ ഇങ്ങനെ കണ്ട് പോകാൻ വേണ്ടി ഒരുപാട് പബ്ലിക് ബീച്ചുണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റ്